വളരും തോറും പിളരുകയും പിളരും തോറും വളരുകയും ചെയ്യുന്ന പാർട്ടി എന്നാണ് കേരള കോൺഗ്രസിനെ അറിയപ്പെടുന്നത്. 1964 അന്നത്തെ മന്ത്രിസഭയിലുണ്ടായിരുന്ന PT ചാക്കോ സഞ്ചരിച്ചിരുന്ന ഒരു കാറിൽ ഒരു പെണ്ണുണ്ടായിരുന്നു എന്ന് പറഞ്ഞ് ആ കാർ ഒരു അപകടത്തിൽപ്പെട്ടു. അതേ തുടർന്നാണ് അതിനകത്തൊരു പെണ്ണുണ്ടായിരുന്നു, അത് പ്രശ്നമാണെന്നൊക്കെ പറഞ്ഞ് ഈ PT ചാക്കോയെ ഒറ്റപ്പെടുത്തിയതാണ് ഏതാനും നേതാക്കൾ കോൺഗ്രസ് വിട്ടിട്ട് ഈ കേരള കോൺഗ്രസ് രൂപീകരിക്കാനുള്ള കാരണം. തിരുനക്കര മൈതാനത്ത് വെച്ച് മന്നത്തിൻ്റെ നേതൃത്വത്തിലാണെന്ന് തോന്നുന്നു കേരള കോൺഗ്രസിൻ്റെ രൂപീകരണമാണ്. അദ്ദേഹമാണ് ഈ പേരിട്ടത്. ഇപ്പോൾ ഈ കേരള കോൺഗ്രസ് പലതവണ പിളരുന്നു, എത്ര ഗ്രൂപ്പ് ഉണ്ടെന്ന് പോലും അറിയാത്ത ഒരവസ്ഥയിലേക്ക് ഈ കേരള കോൺഗ്രസിൻ്റെ ഒരു പ്രസക്തി ഇപ്പോൾ കേരളത്തിൽ നഷ്ടപ്പെട്ടോ? അല്ല, ഇതിൻ്റെ ഒരു ആരംഭം എന്ന് പറയുന്നത് PT ചാക്കോയെ അപമാനിച്ചതായിരുന്നു കാരണമായിട്ട് തോന്നുന്നു. കാരണം അദ്ദേഹം സഞ്ചരിച്ച കാറിനകത്ത് ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. ഈ സ്ത്രീയുമായിട്ട് അദ്ദേഹത്തിന് അവിഹിത ബന്ധമുണ്ട് എന്നൊക്കെ സ്ഥാപിച്ച് അദ്ദേഹത്തെ അവമാനിക്കാൻ ശ്രമിച്ചതിൻ്റെ ഫലമായിട്ട് ആണ് അദ്ദേഹത്തെ ചതിച്ചതാണ് ശരിക്കും കോൺഗ്രസ് നേതൃത്വം. അപ്പോൾ ഈ ചതിക്കെതിരെ അതിശക്തമായിട്ടുള്ളൊരു പ്രതിഷേധമായിട്ട് 15 MLA-മാർ രാജിവെക്കുകയും അങ്ങനെ കേരള കോൺഗ്രസ് രൂപീകരിക്കുകയും ചെയ്തു. അത് കോട്ടയം തിരുനക്കര മൈതാനത്ത് വെച്ചാണ് 1964 ആദ്യമായിട്ട് ആ സംഘടന രൂപം കൊള്ളുന്നത്. അതിൻ്റെ പേര് മന്നത്ത് പത്മനാഭനാണ് പറയുന്നത് ഇത് കേരള കോൺഗ്രസ് ആണ് എന്നത്. അങ്ങനെ കേരള കോൺഗ്രസ് രൂപം കൊണ്ട് തൊട്ടടുത്ത തിരഞ്ഞെടുപ്പിൽ അവർ മത്സരിക്കുകയും അവർക്ക് 25 സീറ്റ് ലഭിക്കുകയും ചെയ്തു. അങ്ങനെയാണ് കേരളത്തിൻ്റെ രാഷ്ട്രീയത്തിലെ നിർണായകമായ ശക്തിയായിട്ട് കേരള കോൺഗ്രസ് മാറിത്തീരുന്നത്. കേരള കോൺഗ്രസ് ഉണ്ടെങ്കിൽ കേരളം ഭരിക്കാൻ പറ്റൂ എന്ന് പറയുന്ന ഒരു രീതി വരികയും കേരള കോൺഗ്രസ് പ്രതിപക്ഷത്ത് പോവുകയും പിന്നീട് അച്യുതമേനോൻ ഗവൺമെൻറ്റിൻ്റെ ഭരണകക്ഷിയിൽ അവരംഗമായി തീരുകയും ചെയ്യുന്നതോടുകൂടിയാണ് കേരള കോൺഗ്രസ് എന്ന് പറയുന്ന യഥാർത്ഥത്തിൽ ഈ കേരളത്തിൻ്റെ ഭരണത്തിൻ്റെ ഒരു ഭാഗമായി മാറിത്തീർന്നു. പിന്നെ എനിക്ക് തോന്നുന്നു അവിടെ നിന്ന് ഇങ്ങോട്ട് ഇതുവരെയുള്ള കാലഘട്ടങ്ങളിൽ ചില അപൂർവ അവസരങ്ങളിൽ മാത്രമാണ് കേരള കോൺഗ്രസ് ഭരണത്തിൽ നിന്ന് മാറി നിന്നിട്ടുള്ളത്. അങ്ങനെ മാറി നിന്നിട്ടുള്ള ഘട്ടങ്ങളിൽ ഒഴിച്ച് ബാക്കി എല്ലാ ഘട്ടങ്ങളിലും ഈ കോൺഗ്രസ് പിളർന്നുകൊണ്ടാണ് കേരള കോൺഗ്രസ് പിളർന്നുകൊണ്ടാണ് ഭരണം സ്വന്തമാക്കുന്നത്. ഒരു ഭാഗം ഭരണകൂടത്തിൻ്റെ കൂടെ ആയിരിക്കും, മറ്റൊരു ഭാഗം പ്രതിപക്ഷത്തായി നിൽക്കുകയും ചെയ്യും. അങ്ങനെ രൂപപ്പെട്ട പല കേരള കോൺഗ്രസ്സുകൾ നമ്മളുടെ മുന്നിലുണ്ട്. ഇന്ന് പക്ഷേ എനിക്ക് തോന്നുന്നത് ആ കേരള കോൺഗ്രസിൻ്റെ പ്രസക്തി കേരള രാഷ്ട്രീയത്തിൽ കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. കാരണം ഒന്ന്, കേരള രാഷ്ട്രീയത്തിൽ ഇതുവരെ ഇല്ലാതിരുന്ന തരത്തിൽ BJP അതിൻ്റെ പ്രസക്തി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും അങ്ങനെ പ്രസക്തി ഉണ്ടാകാൻ പറ്റുന്ന രീതിയിലല്ല കാര്യങ്ങൾ. കേരളത്തിൻ്റെ ഒരു മുന്നോട്ട് പോക്ക് നമ്മൾ പരിശോധിച്ചാൽ മുസ്ലിം ലീഗ് ഒരു ഭാഗത്ത് അതിൻ്റെ രാഷ്ട്രീയ പ്രസക്തി നിലനിർത്തി നിൽക്കുന്നു. അത് മലബാർ ഭാഗം എന്ന് നമുക്ക് വിശേഷിപ്പിക്കാം. പ്രത്യേകിച്ച് മലപ്പുറം ജില്ല കേന്ദ്രീകരിച്ച് നിൽക്കുന്ന പ്രദേശങ്ങൾ അതിൽ എന്നും ഏത് സമയത്തും മുസ്ലിം ലീഗിന് ഒരു ശക്തിയുണ്ട്. കേരള കോൺഗ്രസിൻ്റെ ഒരു ഹൃദയഭൂമി എന്ന് പറയുന്നത് കോട്ടയം ജില്ലയാണ്. കോട്ടയം ജില്ല മാത്രമല്ല, കോട്ടയം ഇടുക്കിയും ചേരുന്ന പ്രദേശങ്ങളിലാണ് കേരള എന്നുവെച്ചാൽ പഴയ കോട്ടയം, അതാണ് അതിൻ്റെ ഒരു കേന്ദ്ര ഭാഗം എന്ന് പറയുന്നത്. റബ്ബറും അതേപോലെ തന്നെ റബ്ബർ കർഷകർക്ക് വേണ്ടി നിലകൊള്ളുന്ന, അതെ, അത് കുറേ കഴിഞ്ഞപ്പോൾ റബ്ബർ പാലുപോലെ വലിച്ചു നീട്ടാവുന്ന ഒരു സാധനമായിട്ട് മാറിത്തീർന്നു. അങ്ങനെ ആർക്കും വലിച്ചു നീട്ടാവുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയായിട്ട് മാറിത്തീരുന്നു, പിളരുന്നു, വളരുന്നു. പക്ഷേ ഇപ്പോൾ പിളരുന്നുണ്ട്, പക്ഷെ വളരുന്നില്ല. കാരണം ഇപ്പോൾ കേരള കോൺഗ്രസിന് എത്ര സീറ്റാണുള്ളത് നിയമസഭയിൽ? വളരെ കുറവേ ഉള്ളൂ. അതെ, 25 സീറ്റ് ഒരു കാലത്തുണ്ടായിരുന്ന കേരള കോൺഗ്രസ് പിന്നീട് പിളർന്നും വളർന്നും പിന്നീട് ഇപ്പോൾ നോക്കുവാണെങ്കിൽ പിളർന്നും തളർന്നും മുന്നോട്ട് പോകുന്ന കാഴ്ചയാണ് കാണുന്നത്. അത് എല്ലാ വർഷവും ഈ കേരള കോൺഗ്രസ്സിന് ഒരു കാലത്ത് ഈ പറയുന്ന ഈ കിഴക്കൻ മേഖലയിൽ ഒരു വേരോട്ടം ഉണ്ടായിരുന്നു, അവർക്കൊരു നിലപാടുണ്ടായിരുന്നു. ഇപ്പോൾ ഒരു കാലത്ത് ഇടതുപക്ഷം ഈ KM മാണിയെ നോട്ട് എണ്ണുന്ന യന്ത്രം ഉണ്ടെന്നൊക്കെ പറഞ്ഞ് വളരെയധികം അധിക്ഷേപിച്ചു. ഒടുവിൽ ആ പാർട്ടിയുടെ കൂടെ തന്നെ കേരള കോൺഗ്രസ് പോകുന്നു, PJ ജോസഫ് മാറി വേറൊരു ഭാഗത്ത് നിൽക്കുന്നു. അങ്ങനെ ഓരോരുത്തരും പിളർന്ന് മാറി മാറി നിൽക്കുമ്പോൾ ആ പ്രഖ്യാപിത നിലപാടൊന്നും ഇപ്പോൾ കേരള കോൺഗ്രസ് ഇല്ല എന്ന് ഈ മലയോര മേഖലയിലെ ആളുകൾ തന്നെ തിരിച്ചറിയുന്നു. അപ്പോൾ അത്തരം തിരിച്ചറിയലിൻ്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ തവണ ഇലക്ഷനിൽ തന്നെ കേരള കോൺഗ്രസ് വലിയ നേട്ടമില്ല. ഇനി തദ്ദേശ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസിന് ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ, പ്രത്യേകിച്ച് ഈ കോട്ടയം, പാല, അതുപോലെ ഇടുക്കിയുടെ പല ഭാഗങ്ങളിലുമൊക്കെ ഈ തദ്ദേശ സ്ഥാപനങ്ങളുടെ ഭരണം ഈ കേരള കോൺഗ്രസിനായിരിക്കും പലപ്പോഴും കിട്ടുന്നത്, അധ്യക്ഷ പദവി ഉൾപ്പെടെ. അതൊന്നും കിട്ടിയില്ലെങ്കിൽ ഇനി രാഷ്ട്രീയ കേരളത്തിൽ നിന്ന് തന്നെ അവർ അപ്രത്യക്ഷമായി തുടങ്ങുന്നു എന്നുള്ളൊരു സൂചനയാവില്ലേ? അത് കിട്ടാതിരിക്കാനുള്ള സാധ്യത കുറവാണ്. കാരണം രണ്ട് പ്രബല മുന്നണിയുടെ ഭാഗമായിട്ടാണ് ഇപ്പോഴും കേരള കോൺഗ്രസ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലൊക്കെ നടക്കുന്ന തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അവർക്ക് നേരത്തെ അവർക്ക് ലഭിച്ചിരുന്നതായിട്ടുള്ള സീറ്റുകളൊക്കെ തന്നെ കൊടുക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്.
സ്റ്റാറ്റസ് കോ മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കും. സ്റ്റാറ്റസ് കോ മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു മുന്നണി ജയിക്കും. അതെ, ഏതെങ്കിലും മുന്നണി ജയിച്ചാൽ ഇവർക്ക് ഭരണം കിട്ടും. ഭരണം കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ അധ്യക്ഷ പദവി, പ്രസിഡന്റ് സ്ഥാനം എന്ന് പറയുന്നത് അവരുടെ കയ്യിലിരിക്കും. അത് വലിയ വ്യത്യാസം ഉണ്ടാവില്ല എന്നാണ് എനിക്ക്. അത് നമ്മൾ ഈ രാഷ്ട്രീയമായ കണക്കുകൾ പരിശോധിക്കുന്ന സമയത്താണ് അതങ്ങനെ ശരിയായിത്തീരുന്നത്. പക്ഷേ ഈ അരിത്തമെറ്റിക്സ് യഥാർത്ഥ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം രാഷ്ട്രീയമായി കേരള കോൺഗ്രസ് അപ്രസക്തമായി. എന്താണ്, മലയോര കർഷകരുടെ പ്രശ്നങ്ങൾ മുന്നോട്ട് കൊണ്ടുവരുന്നതിന് വേണ്ടി നിലനിന്നിരുന്ന ഒരു പാർട്ടി എന്ന നിലയ്ക്ക് അവർക്ക് പ്രസക്തി ഇല്ലാതാകുകയാണ്. റബ്ബർ കർഷകരുടെ പാർട്ടി എന്നൊക്കെ പറയുന്നതിൻ്റെ പ്രസക്തി നഷ്ടപ്പെട്ടു പോവുകയാണ്. കാർഷിക വിളകൾക്ക് വേണ്ടിയിട്ടുള്ള പോരാട്ടങ്ങൾ നടത്താൻ പറ്റാത്ത തരത്തിലേക്ക് ആ പാർട്ടി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് ചെയ്യുന്നത്. കാരണം രാഷ്ട്രീയ കാലാവസ്ഥ, പിന്നെ മാത്രമല്ല ഇവരിങ്ങനെ സമരം ചെയ്തതിൻ്റെ പേരിലൊന്നും റബ്ബറിൻ്റെ വില കൂടാൻ പോകുന്നില്ല. അത് എല്ലാവർക്കും ഇപ്പോൾ തിരിച്ചറിയാൻ കഴിഞ്ഞു, റബ്ബർ കർഷകർക്കൊക്കെ തിരിച്ചറിയാം. കാരണം ഇതെല്ലാം നമ്മുടെ ആഗോള നിലപാടുകളുമായി ബന്ധപ്പെട്ടതും ആഗോള സാമ്പത്തിക ഗതിക്രമങ്ങൾക്കനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുന്നതുമായി മാറിയതുകൊണ്ട് കേരള കോൺഗ്രസ് എന്ന് പറയുന്നതായിട്ടുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് അതിൽ വലിയ പ്രസക്തിയില്ലാന്ന് റബ്ബർ കർഷകൻ തിരിച്ചറിയുന്നുണ്ട്, ഏലം കർഷകൻ തിരിച്ചറിയുന്നുണ്ട്, കുരുമുളക് കർഷകൻ തിരിച്ചറിയുന്നുണ്ട്. അങ്ങനെ മലയോരത്ത് കൃഷി ചെയ്യുന്നതായിട്ടുള്ള മുഴുവൻ ആളുകൾക്കറിയാം ഇതുകൊണ്ട് സാധ്യതയില്ല. മുമ്പ് കേരള കോൺഗ്രസ് ആയിക്കഴിഞ്ഞാൽ അവിടെയുള്ള കുന്നുകളെല്ലാം പിടിച്ചെടുക്കാമായിരുന്നു. നമുക്ക് മനസ്സിലായി, അവിടുത്തെ കുന്നും മലയൊക്കെ വെട്ടിപ്പിടിച്ചെടുത്ത ആളുകളാണ് ഇവർ ശരിക്കും പറഞ്ഞത്. ഇനി കുന്നും മലയും വെട്ടിപ്പിടിക്കാൻ പോയി കഴിഞ്ഞാൽ അവർ ജയിലിൽ പോകും എന്നുള്ള യാഥാർത്ഥ്യവും അവർ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്ത് പഴയ കാലത്ത് അത് നിലനിന്നതിൻ്റെ പ്രസക്തി സമ്പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ടു പോകും. മറ്റൊരു കാര്യം, കേരളത്തിലെ കോൺഗ്രസ് പിന്നെ ഇടതുപക്ഷം, അതിനിടയിൽ എന്ന് പറയുന്നത് കേരള കോൺഗ്രസും മുസ്ലിം ലീഗുമാണ് നിലനിന്ന്. ഇപ്പോൾ മുസ്ലിം ലീഗ് പക്ഷേ നിലനിൽക്കുന്നു, എന്നാൽ കേരള കോൺഗ്രസിന് എങ്ങനെ നിലനിൽക്കാൻ പറ്റാത്തതായിട്ടുള്ള സാഹചര്യം വന്നിരിക്കുന്നു. പകരം ആ സ്ഥാനത്തേക്ക് BJP തള്ളിക്കയറി വന്നിരിക്കുന്നു. അപ്പോൾ BJP വളരെ പ്രസക്തമായിട്ടുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയായിട്ട് മാറുകയും പ്രത്യേകിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം സുരേഷ് ഗോപിയുടെ തെരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം BJP പ്രതീക്ഷിക്കുന്നത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു 10-11 സീറ്റ് നേടാൻ കഴിയുമെന്നാണ്. അങ്ങനെ 10-11 സീറ്റ് നേടാൻ കഴിഞ്ഞാൽ അവരായിരിക്കും ഭരണം നിയന്ത്രിക്കുന്നതെന്ന് അവർ കരുതുന്നുണ്ട്. നേരത്തെ അങ്ങനെ ആയിരുന്നില്ല. കേരള കോൺഗ്രസ് ഒരു 10-20 സീറ്റ് നേടിക്കഴിഞ്ഞാൽ കേരള കോൺഗ്രസ് തീരുമാനിക്കും ആര് ഭരിക്കണം ആര് ഭരിക്കേണ്ടായിരുന്നു. അങ്ങനെ ആര് ഭരിക്കണം ആര് ഭരിക്കേണ്ട എന്ന് തീരുമാനിക്കാനായിട്ടുള്ള കഴിവ് കേരള കോൺഗ്രസിൽ നിന്ന് BJP ഏറ്റെടുക്കാൻ പോകുന്ന ഒരു രാഷ്ട്രീയ കാലാവസ്ഥയിലേക്കാണ് കേരളം പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് മാണി സാറിൻ്റെ ഈ മുദ്രാവാക്യം അത്ര പ്രസക്തമല്ലാതായിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് വളരുന്തോറും പിളരുകയും പിളരുന്തോറും വളരുകയും ചെയ്യുന്ന ഒരു പാർട്ടിയാണ് കേരള കോൺഗ്രസ് എന്നത് മാറി ഇനി പിളരുമ്പോൾ തളരുന്ന പാർട്ടിയായിട്ട് കേരള കോൺഗ്രസ് മാറും. ഒറ്റയ്ക്ക് ഇപ്പോൾ നമുക്കറിയാം ജേക്കബ് ഗ്രൂപ്പ്, ബാലകൃഷ്ണപിള്ള ഗ്രൂപ്പ് എന്നൊക്കെ പറഞ്ഞാൽ ഓരോ സീറ്റുകളാണ്. ആ സീറ്റുകൾ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ആ മുന്നണി കാണിക്കുന്ന മഹാമനസ്കതയും മര്യാദയും മാത്രമാണ്. അതല്ലെങ്കിൽ സീറ്റ് കൊടുക്കില്ല, സീറ്റും കൊടുക്കില്ല. പിന്നെ ജേക്കബിൻ്റെ മകൻ തോറ്റു കഴിഞ്ഞാൽ പിന്നെ ജേക്കബ് കേരള കോൺഗ്രസ് ഇല്ല. അതുപോലെ തന്നെ ബാലകൃഷ്ണനുള്ള മകൻ തോറ്റു കഴിഞ്ഞാൽ ബാലകൃഷ്ണയുടെ കോൺഗ്രസും ഇല്ലാത്ത ഒരു സാഹചര്യമായിരിക്കും ഉണ്ടാകാൻ പോകുന്നത്. ഈ UDF എപ്പോഴും അധികാരത്തിൽ വരുമ്പോൾ രണ്ടാമനാകുന്ന പാർട്ടി ഈ കേരള കോൺഗ്രസ് M ആയിരുന്നു. LDF അധികാരത്തിൽ വരുമ്പോൾ ഈ രണ്ടാമനാകുന്ന പാർട്ടി CPI. പക്ഷേ കഴിഞ്ഞ തവണ ഈ CPIയും കേരള കോൺഗ്രസും തമ്മിലൊരു വടംവലിയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൻ്റെ കാര്യങ്ങളൊന്നും മുന്നോട്ട് നീങ്ങുന്നില്ല. പക്ഷേ അതിനു മുമ്പ് തന്നെ CPI ചില കാര്യങ്ങൾ പറയുന്നത്, കോട്ടയം മേഖലയിൽ ഞങ്ങൾക്ക് കൂടുതൽ സീറ്റ് വേണം. കഴിഞ്ഞ തവണ കേരള കോൺഗ്രസിന് കൊടുത്ത അത്രയും സീറ്റ് കൊടുക്കാൻ പറ്റില്ല. ഇത് CPMഉം CPIയുടെ വിചാരിച്ചാൽ ഇടതുമുന്നണിയിൽ തന്നെ അവരെ ഏതാണ്ട് ഒറ്റപ്പെടുത്തുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങില്ലേ കേരള കോൺഗ്രസിൻ്റെ ഒരു അല്ല, അത് പക്ഷേ എനിക്ക് തോന്നുന്നില്ല CPIക്ക് അങ്ങനെ സീറ്റ് കൊടുക്കാനായിട്ട് സാധ്യതയുണ്ട് എന്ന്. CPI ഇങ്ങനെ അവകാശവാദം ഉന്നയിക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ CPIയും അതുപോലെ CPMഉം കേരള കോൺഗ്രസും ഒക്കെ അടങ്ങുന്ന മുന്നണിയെ സംബന്ധിച്ചിടത്തോളം അവരെടുക്കാൻ സാധ്യതയുള്ള ഒരു തീരുമാനം, ഇതൊക്കെ ഇങ്ങനെ ബാർഗെയിനിങ് ആണല്ലോ. കിട്ടണമെങ്കിൽ കിട്ടട്ടെ, പോരണമെങ്കിൽ പോരട്ടെ എന്നുള്ള ബാർഗെയിനിങ് ആണ്. പക്ഷേ അവർക്ക് അവസാനം ഘട്ടത്തിൽ എടുക്കാൻ പറ്റുന്ന ഒരു തീരുമാനം എന്ന് പറയുന്നത് സ്റ്റാറ്റസ് കോ മെയിൻറ്റെയിൻ ചെയ്യുക. കഴിഞ്ഞ വർഷം നിങ്ങൾ ഏതെല്ലാം സീറ്റിൽ മത്സരിച്ചോ ആ സീറ്റുകളിലേക്ക് വല്ലതും മത്സരിച്ചോ, ആർക്കും കാര്യമായി തർക്കങ്ങളുണ്ടാകാൻ സാധ്യത അങ്ങനെ ഒരു നിർദ്ദേശം വെക്കുന്ന സമയത്തും ഉണ്ടാവില്ല. ഇനി CPM വലിയേട്ടനായിട്ട് ചമഞ്ഞു വന്ന് ആരുടെയെങ്കിലുമൊക്കെ സീറ്റ് പിറക്കി അവരുടെ സ്വന്തമാക്കാൻ ശ്രമിക്കുന്ന സാഹചര്യത്തിൽ ഇത്തരം മൽപിടുത്തങ്ങളുണ്ടാകാം. അതില്ലെങ്കിൽ സ്റ്റാറ്റസ് കോ മെയിൻറ്റെയിനിങ് എന്ന് പറഞ്ഞത് അവസാനിച്ച് പോകാനുള്ള സാധ്യത കൂടുതലാണ്. ഇപ്പോൾ നേരത്തെ പറഞ്ഞത് ഈ മുസ്ലിം ലീഗ് അല്ലെങ്കിൽ മലപ്പുറത്തെയൊക്കെ ഒരു
ചിന്താഗതി. ഇപ്പോൾ പാലസ്തീൻ ഇസ്രായേൽ യുദ്ധം നടക്കുമ്പോൾ പരോക്ഷമായിട്ടെങ്കിലും ഈ ഇലക്ഷൻ സമയത്ത് വലിയ പിന്തുണ ഈ പലസ്തീന് കൊടുത്തിരുന്നു. പലസ്തീൻ ഞങ്ങൾ കൂടെ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് മുസ്ലിം സമുദായത്തിലെ ആളുകൾ തന്നെയാണ്. പക്ഷേ ഏറ്റവും കൂടുതൽ ഈ ക്രൈസ്തവ സമുദായത്തിലുള്ള ആൾക്കാർ ജോലിക്ക് പോകുന്നൊരു സ്ഥലം കൂടെയാണ് ഇസ്രായേൽ. പക്ഷേ ഇസ്രായേലിനെ ഒരു സപ്പോർട്ട് ചെയ്യുന്ന നിലപാട് ക്രൈസ്തവ ഭാഗത്ത് അല്ലെങ്കിൽ ക്രൈസ്തവ സമുദായത്തിൻ്റെ ഭാഗത്തുനിന്നും പലയിടത്തുനിന്നും കാണുന്നില്ല. അവർ പ്രതീക്ഷിക്കുന്ന ഈ കേരള കോൺഗ്രസ് പോലെ തങ്ങളുടെ ക്രൈസ്തവരുടെ പാർട്ടി എന്ന് അവർ വിശ്വസിക്കുന്ന പാർട്ടി കൂടെ നിൽക്കുന്ന അത്തരത്തിലുള്ള ഒരു നിലപാടും സ്വീകരിക്കാത്തതുകൊണ്ട് പലരും BJP ചായ്വിലേക്ക് മാറുന്നു എന്ന് ചില സൂചനകളുണ്ട്. അങ്ങനെ സംഭവിച്ചുകൂടെ? അല്ല, ക്രിസ്ത്യൻ വിഭാഗത്തിൽ പലരും BJP ആയി മാറി. ക്രിസംഗി എന്ന് പറയുന്ന പ്രയോഗം അതിൻ്റെ അടിസ്ഥാനത്തിലുണ്ടായതാണ് ശരിക്കും. അത് അവർ തന്നെ അത് വളരെ ആഹ്ലാദത്തോടെ സ്വീകരിക്കുന്ന ഒരുപാട് BJP ഫോളോവേഴ്സ് ഉണ്ട് ശരിക്കും ക്രിസ്ത്യാനികളുടെ. കേരളത്തിൽ വളരെ രസകരമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം, പാലസ്തീൻ ഇസ്രായേൽ യുദ്ധം നടക്കുന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ പറയാം ഇന്ന ആൾ പറയുന്നത് ശരിയാണ്, ഇന്ന ആൾ പറയുന്നത് തെറ്റാണ് എന്നൊക്കെ പറയാം. അതിൽ ഇരുഭാഗങ്ങളിലും തെറ്റും ശരിയൊക്കെ ഉണ്ടാവും. അതൊക്കെ പറഞ്ഞ് എന്നുള്ളതാണ് സാമാന്യമായിട്ടുള്ള മനുഷ്യൻ്റെ ജോലി എന്നാണ് ഞാൻ മനസ്സിലാക്കി. പക്ഷേ കേരളത്തിൽ അങ്ങനെയല്ല. പാലസ്തീന് അനുകൂലമായ വലിയ ഘോഷയാത്രകൾ, എതിരായ ഘോഷയാത്രകൾ. അപ്പോൾ എന്തിനാണ്, അതായത് ഇസ്രായേലിനെ അനുകൂലിക്കുന്നതായിട്ടുള്ള വലിയൊരു വിഭാഗം ആളുകൾ കേരളത്തിലുണ്ടാകുന്നു. അതിനേക്കാൾ കൂടുതൽ ആളുകൾ പാലസ്തീനെ അനുകൂലിക്കുന്ന ആളുകളായിട്ട് മാറിത്തീരുന്നു. അപ്പോൾ വളരെ വർഗീയമായ രീതിയിൽ അതിനെ പരിഗണിക്കുന്ന ഒരു കാലാവസ്ഥ അതിനകത്തുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം മുസ്ലിങ്ങളാണ് പാലസ്തീന് അനുകൂലമായിട്ട് നിൽക്കുന്നത്. രാഷ്ട്രീയ പാർട്ടികൾ എന്നാലൊക്കെ അവരെ പ്രീണിപ്പിക്കാൻ വേണ്ടിയിട്ട് കോൺഗ്രസും അതേപോലെ തന്നെ CPM ഒക്കെ അതിൻ്റെ കൂടെ നിൽക്കുന്നു. അങ്ങനെയാണ് നമ്മൾ കണ്ടത്. അതേപോലെ തന്നെ BJP ആണെന്ന് വെച്ചാൽ അതിനെ എതിർക്കുകയും അതിശക്തമായിട്ട് എതിർക്കുകയും ഇസ്രായേലിൻ്റെ കൂടെ നിൽക്കുകയും ചെയ്യുന്നത്. എന്തിനാണ്? കേരളത്തിലെ ആളുകൾക്ക് എന്താ വട്ടാ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ? പാലസ്തീനിൽ എന്ത് സംഭവിച്ചാലും ഇസ്രായേലിൽ എന്ത് സംഭവിച്ചാലും നമുക്ക് ഒരു ഉത്കണ്ഠയും ആകാംക്ഷ ഉള്ളത് മനുഷ്യൻ എന്ന നിലക്ക് മാത്രമാണ്. അതെ. കാരണം അവിടെ ഒരുപാട് കുട്ടികൾ കുരുതി കൊടുക്കപ്പെടുന്നു, സ്കൂളിലും ആശുപത്രികളിലൊക്കെ ബോംബ് വീഴുന്നു. അങ്ങനെ വളരെ വളരെ അപകടകരമായിട്ടുള്ള രീതിയിൽ മനുഷ്യാവസ്ഥകൾ പോകുന്നതിലുള്ള മനുഷ്യ ഉത്കണ്ഠ മാത്രമേ അതിൽ നമ്മൾ പുലർത്തേണ്ടായിരുന്നുള്ളൂ. അത് ലോകത്തെവിടെ അത്തരത്തിലുള്ള യുദ്ധങ്ങളുണ്ടായാലും മനുഷ്യരിങ്ങനെ മരിച്ചു പോകുന്ന സാഹചര്യം വരികയും ചെയ്താൽ മനുഷ്യൻ എന്ന നിലക്ക് നമ്മളതിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കേണ്ടത്. അതിനപ്പുറത്ത് ഉള്ളത് രാഷ്ട്രീയമായിട്ടുള്ള നിലപാടാണ്. പാലസ്തീനിൽ ബോംബ് വീഴുമ്പോൾ കേരളത്തിൽ രാഷ്ട്രീയ നിലപാടെടുക്കേണ്ട കാര്യമില്ല. അത് ശരിയായ സമീപനമല്ല. ശരിക്കും അത് തന്നെയാണ് ഇസ്രായേലിൻ്റെ കാര്യം. ഇസ്രായേൽ ഇപ്പോൾ എല്ലായിടത്തും നിരത്തി ബോംബിങ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതൊക്കെ എങ്ങനെയാണ് അംഗീകരിക്കാൻ പറ്റുന്നത്? ആർക്കും അംഗീകരിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ്. അപ്പോൾ നമ്മളതിനകത്ത് നമ്മളെ അഭിപ്രായം പറഞ്ഞ് മാറി നിൽക്കാമെന്നല്ലാതെ വൈകാരികമായി അതിനോട് ഒരിക്കൽ പോലും നമ്മുടെ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ പാടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പ്രത്യേകിച്ച് ഈ കാര്യം. കാരണം ഇതിലെല്ലാം ഒരുപാട് സങ്കീർണമായിട്ടുള്ള വശങ്ങളുണ്ട്. എല്ലാവരുടെ ഭാഗത്തുനിന്നും തെറ്റും ശരികളൊക്കെ ഉണ്ടാവും. നമ്മളാ തെറ്റും ശരികളൊക്കെ പരിശോധിക്കാമെന്നല്ലാണ്ട് ഇവിടെ ഇരുന്ന് തല്ലി പിടിച്ചിട്ട് എന്താണ്? ഇവിടെ അത് വലിയ ഒരു അക്രമ സ്വഭാവത്തിലേക്ക് മാറിക്കഴിഞ്ഞിരിക്കുകയാണ് ചെയ്യുന്നത്. ഇസ്രായേലിനെ അനുകൂലിക്കാനായിട്ട് ഈ പറയുന്ന കേരള കോൺഗ്രസ് പോലെയുള്ള സംഘടനകൾ തയ്യാറല്ലാത്തതിൻ്റെ പേരിൽ ഇസ്രായേലിനോട് ആഭിമുഖ്യം പുലർത്തുന്ന ആവേശമുള്ളതായിട്ടുള്ള ക്രിസ്ത്യാനികളൊക്കെ BJP ചേർന്നിട്ട് ഇസ്രായേലിന് വേണ്ടിയിട്ട് ഇവിടെ ഇരുന്ന് വർത്തമാനം പറയുകയും യുദ്ധം ചെയ്യുകയും ചെയ്യുന്ന സ്ഥിതിയാണുള്ളത്. എന്ത് കാര്യം? ക്രിസ്ത്യാനികൾക്ക് അതുകൊണ്ട് എന്ത് നേട്ടം ഒന്നും ഉണ്ടാവുന്നില്ല. മുസ്ലിങ്ങൾക്ക് പിന്നെ അത്തരത്തിൽ ഒരു സ്വഭാവ സവിശേഷത ക്രിസ്ത്യൻ സമുദായത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ടുണ്ട്. ലോകത്ത് എവിടെയെങ്കിലുമൊക്കെ മുസ്ലിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഉടനെ ഇവിടെയുള്ള മുസ്ലിങ്ങളെല്ലാവരും കൂടി ഭയങ്കരമായിട്ട് ബഹളം ഉണ്ടാക്കും. അതൊക്കെ ഒരു രാജ്യം എന്ന നിലക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം സ്വീകാര്യമായ നിലപാടല്ല എന്നാണ് എനിക്കെപ്പോഴും തോന്നിയിട്ടുള്ളത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.